എല്ലാവരും ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കുവാന്നറിയാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡൽമ ആയുർവേദിക് സെന്റർ പ്രസൻസ് ഗാനം ഗാനാമൃതം 2026 നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഈ വർഷത്തെ ആദ്യത്തെ പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് വന്നിട്ടുള്ള എല്ലാവരും ആദ്യമായിട്ടായിരിക്കും ഈ വർഷം ഒരു ഓണം പരിപാടി പങ്കെടുക്കുന്നത്. നമുക്ക് ഈ ഒരു ആഘോഷം ഗംഭീരമാക്കാം. നല്ല കുറേ ഗാനങ്ങളുണ്ട്, ഒപ്പം വിഭവസമൃദ്ധമായ ഒരു സദ്യയുണ്ട്. അപ്പം നമ്മുടെ ഓണത്തിൻ്റെ ഓർമ്മകളൊക്കെ നമുക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഈ പരിപാടി ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഓണപ്പാട്ടിൽ തുടങ്ങിയാലോ? എല്ലാവരും ഓക്കെ അല്ലേ? ഓണാശംസകൾ. ശരിക്കും ഈ തിരക്കുള്ള പ്രവാസ ജീവിതത്തിൽ ഇവിടേക്ക് എത്തിയ എല്ലാവരോടും നന്ദി പറയുന്നു. ഓണം ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ല, ഇല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ ഭാഗമായി എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഷാഹുൽ ഹമീദിക്ക് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മലയാളി business.com-ന്റെ CEO പ്രിയപ്പെട്ട മുനീർ അൽ വഫ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സിനിമ സീരിയൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷ്മിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രവാസത്തിൽ നിൽക്കുന്ന പലർക്കും ആഗ്രഹമാണ് സിനിമയിലേക്ക് വരണമെന്നും സിനിമ എടുക്കണമെന്നും സിനിമയുടെ ഭാഗമാകണമെന്നും. അങ്ങനെ എത്ര പേര് ഇവിടെ വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് ഒരു പെൺകരുത്ത് വളരെ വിജയത്തോടെ തന്നെ മുന്നോട്ട് പോകുന്ന പെൺകരുത്ത് കൃഷ്ണ പ്രിയദർശൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത്തെ സിനിമ ആലിയാണ് ഉടനെ റിലീസാകാൻ പോകുന്നത്. ഒരു ശ്രീലങ്കൻ സുന്ദരിയാണ് ആദ്യത്തെ സിനിമ. അപ്പോൾ കൃഷ്ണ പ്രിയദർശനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അമ്മ ടിവിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചാനലിലെ ഏറ്റവും ബ്രില്യന്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഗീതാഞ്ജലി. ഗീതേച്ചി അറിയാത്ത ആരും തന്നെ യുഎയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നേഹത്തോടെ ഗീതേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എപ്പോഴും മനസ്സിൽ ഓടി വരുന്ന ഒരേ ഒരു പേരേ ഉണ്ടാവുള്ളൂ, നമ്മുടെ പ്രിയപ്പെട്ട മോഹൻകുമാർ ചേട്ടൻ. മോഹൻകുമാർ ചേട്ടനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഗാനം ഗാനാമൃതത്തിന്റെ അമരക്കാരി പ്രീത നമ്മളെ കൂടെ ഇവിടെ തന്നെ ഉണ്ട്. പ്രീതിക്കും സ്വാഗതം. നമ്മുടെ ബഷീർക്ക, അപ്പം ബഷീർക്കയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സിനിമയ്ക്ക് എപ്പോഴും നമ്മൾ സിനിമ എന്നുള്ള മോഹം പറയുമ്പോഴും സിനിമയ്ക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫണ്ട് ചെയ്യാൻ വേണ്ടി ഒരാൾ വേണം. അപ്പൊ ഒരുപാട് സിനിമകളുടെ ഏറ്റവും മനോഹരമാക്കിയ ഫണ്ട് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഡാർവിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് ഏഷ്യൻ എംപയർ ഓഡിറ്റോറിയം ആണ്. അവർക്ക് 5 പ്രത്യേക ഹാളുകളാണുള്ളത്. അപ്പൊ അതിന്റെ അമരക്കാരനായ ആരിഫിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ഓണവിശേഷങ്ങൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഷാഹുൽ ഹമീദിൽ നിന്ന് തന്നെ തുടങ്ങാം. എല്ലാവർക്കും ഓണ ആശംസകൾ. എല്ലാവർക്കും അറിയാം, തീർച്ചയായിട്ടും നമ്മുടെ മലയാളികളെ സംബന്ധിച്ചോളം
ഇവിടെ ഈ ഓണം ആഘോഷിച്ചു കഴിഞ്ഞാൽ അത് ഇനി ഏകദേശം ഒരു ഡിസംബർ മാസം വരെ എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച അവധി ദിവസങ്ങളിൽ ആയിരിക്കും ഇവിടുത്തെ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു ഓണത്തിലെ നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൽ അതിയായ സന്തോഷമുണ്ട്. അതുപോലെ ആദ്യത്തെ ഒരു ഓണം ഇവിടെ സംഘടിപ്പിക്കുന്ന നമ്മുടെ അമ്മയുടെ എല്ലാവല്ലായ ഷാജി പുഷ്പാക്കുന്നതിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒത്തുകൂടുവാൻ അവസരം അദ്ദേഹമാണ് നമുക്ക് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും മലയാളിയെ സംബന്ധിച്ചോളം ഓർമ്മകൾ, ഓണം എന്ന് പറയുന്നത് ഓർമ്മകളാണ്. നമ്മുടെ കുട്ടിക്കാലത്തെ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും എന്തിനാണ് നമ്മളിവിടെ ഈ ഓണമൊക്കെ ആഘോഷിക്കുന്നത്? നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ, അത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ, അന്ന് നമ്മൾ ഈ ജാതി മത ഭേദമന്യേ എല്ലാവരും ഈ അത്തത്തിന് പൂടാൻ വേണ്ടി ഞങ്ങളെല്ലാവരും, അന്ന് നമ്മൾ ഇന്നത്തെ പോലുള്ള ഈ ആർട്ടിഫിഷ്യൽ, അതായത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പുഷ്പങ്ങളൊന്നുമില്ല. അന്ന് അതൊരു ഉത്സവമാണ്. നമ്മുടെ അത്തം മുതൽ ആ അത്തത്തിൽ തന്നെ പൂക്കണം. ഇപ്പോഴും ഞങ്ങളുടെ ഒരു തിരുവനന്തപുരത്തുള്ള വീട്ടിലെ ഓണാഘോഷത്തിന് ഈ പൂക്കളം ഇടാൻ വേണ്ടി നമ്മുടെ കോമ്പൗണ്ട് തന്നെ കൊടുത്തിരിക്കുകയാണ്. അതൊരു മതസൗഹാർദ്ദത്തിൻ്റെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ONV സാർ പറഞ്ഞിട്ടുപോലെ അന്ന് നമ്മളെ വീടുകൾ പോലും മതിലുകളൊന്നുമില്ല. ഇന്നാണ് നമ്മൾ ഏറ്റവും ഇവിടെ ഒരു 8 അടി ഉയർച്ചയുള്ള മതിലാണ്, അപ്പുറത്ത് 10 അടി ഉയർച്ചയുള്ള മതിലായിരിക്കും. അന്ന് മതിലുകളെല്ലാം തുറന്നിട്ടിരിക്കുകയാണ്, എല്ലാവർക്കും വരുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ആ കോമ്പൗണ്ട് ഇന്നും എല്ലാവർക്കും അത്തപ്പൂക്കളമൊക്കെ ഇടുന്നതിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതൊരു മതസൗഹാർദ്ദത്തിൻ്റെയാണ്. തീർച്ചയായിട്ടും ഞാൻ നീണ്ട പ്രസംഗത്തിലൊന്നും പോകുന്നില്ല. നമ്മളെല്ലാവരും ആ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിന് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറയുന്നത് ഓണമായാലും ക്രിസ്മസ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഇഫ്താർ ആണെങ്കിലും എല്ലാ വിഭാഗക്കാരും കൂടി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നതാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ മതസൗഹാർദ്ദത നമ്മുടെ നാട്ടിലും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ പല പള്ളികളിലും ഓണാഘോഷമൊക്കെ, അവിടെ ഓണസദ്യ അവര് തന്നെ ഒരുക്കി. അത് നമ്മുടെ ഇന്ന് കേരളത്തിന്റെ പല പ്രദേശം, മലപ്പുറം, കോഴിക്കോട്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നമ്മുടെ ജമാഅത്ത് പള്ളികളിൽ തന്നെയാണ് നമ്മുടെ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സദ്യയൊക്കെ എല്ലാം ഒരുക്കുന്നത്. തീർച്ചയായിട്ടും ആ മതസൗഹാർദ്ദത നമ്മൾ എവിടെ ആണെങ്കിൽ അത് എല്ലാ ആഘോഷങ്ങളും അതുണ്ട്. നമ്മുടെ നാട്ടിലും പ്രതിഫലിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഓണാശംസകൾ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. 2 വാക്ക് മാത്രമേ സംസാരിക്കാൻ പറഞ്ഞുള്ളൂ. സാധാരണ മുമ്പ് ചെയ്ത ആൾക്കാരുടെ കർമ്മം ഫലം അനുഭവിക്കുന്നത് പിന്നെ വരുന്ന ആൾക്കാരാണല്ലോ. എന്തായാലും ഞാൻ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഓണം എന്ന് പറയുന്നത് ഒരുപാട് ഓർമ്മകളാണ്. അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഒരുമയാണ് ഓണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സാങ്കത്യം എന്ന് പറയുന്നത്. ഒരുമയോടെ ജീവിക്കുക, ഒരുമയോടെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുക. അതിപ്പോൾ സദ്യ കഴിക്കുമ്പോഴും ഒന്നിച്ചാണ് നമ്മൾ കഴിക്കുന്നത്. ഒരു പൂക്കളിടുമ്പോൾ വ്യത്യസ്ത കളറുകൾ, അതെല്ലാം ഒന്നിച്ച് വരുമ്പോഴാണ് ഭംഗി കൂടുന്നത്. അതേപോലെ സദ്യയിനകത്തുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പച്ച, ചുവപ്പ്, നീല, എല്ലാ ഓറഞ്ച് കളർ, എല്ലാ കളറുകളും നമുക്ക് അതിനകത്ത് കാണാം. അപ്പം എല്ലാം കൂടിയിട്ടുള്ള ഒരു മലയാളിയുടെ ഏറ്റവും വലിയ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് അത് ഓണം തന്നെയാണ്. പ്രവാസികൾക്ക് പ്രത്യേകിച്ചും ഒരിക്കലും തീരാത്ത ഓണമാണ്. അടുത്ത ക്രിസ്മസ്, ന്യൂ ഇയർ വരുന്നത് വരെ നമുക്ക് ഓണം തന്നെയാണ്, ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് ഈ ഒരു വേഷത്തിൽ ഇങ്ങനെ ഓണത്തിനൊക്കെ പോകുന്നുള്ളത്. ഞാൻ പറയും, എൻ്റെ ഓണം ജെൻസി ഓണമാണ് ഈ വർഷം എന്തായാലും. കാരണം അതാണ് ട്രെൻഡിനൊപ്പം നമ്മൾ പോവുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ആലോചിക്കുന്നതും ചെയ്യേണ്ടതും. നമ്മൾ വിചാരിക്കും നമുക്ക് പ്രായമായി എന്നുള്ളത്. പ്രായം വെറും നമ്പർ മാത്രമാണ്. നമ്മുടെ മനസ്സ് ഏറ്റവും കുളിരണിഞ്ഞു നിൽക്കുന്നൊരു സമയം എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ചിന്തിക്കുമ്പോഴാണ്. ഓണത്തിന് അത് തന്നെയാണ് നമ്മൾ വിഭാവനം ചെയ്തതും, ഏറ്റവും നല്ല ചിന്തകൾ. ഇപ്പം എനിക്കറിയാം, ഈ വർഷം മുതൽ, കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങിയതാണ്. ഇനി വരാൻ പോകുന്നത് AI ഓണമാണ്. എല്ലാത്തിലും ഇനി AI ആണ് കടന്നുകൂടി. ഇനിയിപ്പോൾ സദ്യയിൽ എങ്ങനെയാണ് AI ഇംപ്ലിമെന്റ് ചെയ്തതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ. അപ്പോൾ എല്ലാ വിഷയത്തിലും എല്ലാ കാര്യങ്ങളും പുതുമ വരുമ്പോൾ അതിനെ നമ്മൾ ഒരു പക്ഷേ പുതുമ നമ്മൾ പുൽകുന്നതോടൊപ്പം തന്നെ പഴമയെ നിലനിർത്തുക എന്നുള്ളതാണ് ഓണം നമുക്ക് തരുന്ന ഏറ്റവും വലിയത്. ഇന്ന് നമ്മളൊരു ഓണാഘോഷ കമ്മിറ്റിയുടെ ഒരു മീറ്റിങ്ങിൽ ഗസ്റ്റായിട്ട് പോയപ്പോൾ അവിടുന്ന് തിരുവാതിര വേണോ വേണ്ടയോ എന്നുള്ളൊരു ചർച്ചയായിരുന്നു. പലരും പറഞ്ഞു നമുക്കൊരു ജെൻസി ഡാൻസ് ആക്കിയാൽ പോരെ. അപ്പോൾ അതല്ല, ജെൻസി ഡാൻസ് ആവാം, പക്ഷെ അതോടുകൂടി തന്നെ നമുക്ക് ഓണത്തിൻ്റെ തിരുവാതിരയും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക.
നമ്മൾ വന്ന വഴികൾ മറക്കാതിരിക്കുക. നമ്മുടെ മുൻഗാമികൾ എന്തൊക്കെ ചെയ്തോ അതൊക്കെയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്, ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഏറ്റവും അധികം ജെൻസി ആയിട്ട് നമ്മൾ കൂടിച്ചേരുന്ന ഒരു അവസരത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ ലോകം ഭരിക്കാൻ തുടങ്ങുമ്പോൾ അതോടൊപ്പം നമ്മൾ നീങ്ങുന്നത് അതേ അവസരത്തിൽ അതേ മനസ്സോടെ അതേ ഒരു സാന്നിധ്യത്തോടെ തന്നെ നമ്മുടെ പാരമ്പര്യവും നമ്മുടെ പഴമയും നമ്മുടെ ബഹുമാനവും ആദരവും ഒക്കെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതാണ് എന്നെ സംബന്ധിച്ചോളം ഓണത്തിൻ്റെ ഏറ്റവും വലിയ ഒരുമ. ഇങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഓർഗനൈസ് ചെയ്ത ഷാജി ബ്രോ, കൺഗ്രാജുലേഷൻസ്. അതുപോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ തരികയാണ്. ഇവിടെ കൂടിയവർക്കും ലോകം കാണുന്ന മുഴുവൻ ആൾക്കാർക്കും ലോകത്തുള്ള എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി വരുമ്പോൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, എന്നെ കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ എന്നാണ് പലരും ആലോചിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഓണാഘോഷിക്കുന്ന മുഴുവൻ ആളോടും പറയാനുള്ളത്, നമ്മൾക്ക് എന്താണ് ഒരു നല്ല സുഹൃത്തില്ലാത്തത്, നമ്മളെന്താണ് ആരും കേൾക്കാത്തത് എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഒരു വിശകലനം സ്വയം ചെയ്യുക. നമ്മൾ ആരോടെങ്കിലും നന്നായിട്ട് സംസാരിക്കുന്നുണ്ടോ? നമ്മൾ ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോദിച്ച് സുഖമാണോ, എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടോ? ഇഫ് യു ഡോണ്ട് ഡു ദാറ്റ്, യു ഡോണ്ട് ഡിസേർവ് എ ഗുഡ് ഫ്രണ്ട്. നിങ്ങളൊരു നല്ല സുഹൃത്താവാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല സുഹൃത്ത് ഒരിക്കലും ഉണ്ടാവില്ല. സോ സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദിസ് കംഫർട്ട് സോൺ. നമ്മൾ മറ്റുള്ളവരെ, നമ്മൾ കൂടെയുള്ളവരെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ നമ്മൾ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാൽ നമ്മളെ ഈ ലോകം മുഴുവനും ചേർത്ത് പിടിക്കും. അതാണ് എൻ്റെ അനുഭവത്തിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത്. അത് തന്നെ എല്ലാവർക്കും ഉണ്ടാവട്ടെ. നല്ലൊരു ഓണം, ഒരുമയുടെ ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഡെൽമ ആയുർവേദിക് പ്രസന്റ് ചെയ്യുന്ന ഗാനം ഗാനാമൃതം എന്ന പ്രോഗ്രാമിലെ ഓണാഘോഷ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഫസ്റ്റ് ഓണാഘോഷ പരിപാടിയാണ്, ആദ്യത്തെയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഓണസദ്യ കഴിക്കാൻ പോവുകയാണ്. ഈ വർഷത്തെ ഓണസദ്യ കഴിക്കാൻ പോവാണ്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഷായിച്ചേട്ടന് പ്രത്യേകം നന്ദിയുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുന്ന മിക്കവരെയും എനിക്കറിയാം. പ്രത്യേകിച്ച് ആരുടെയും പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം എൻ്റെ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എല്ലാവർക്കും ഓണാശംസകൾ. ആക്ച്വലി ഞാൻ ഷാജി എന്നോട് 2 ആഴ്ച മുമ്പ് പറഞ്ഞത് എനിക്ക് ഉറപ്പില്ലായിരുന്നു ഞാനിവിടെ ഉണ്ടാവും എന്നുള്ളത്. ഞാൻ അബുദാബിയിൽ നിന്നാണ് വരുന്നത്. ആരെങ്കിലും ഉണ്ടോ അബുദാബിയിൽ നിന്ന്? ഉണ്ടോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ശരി, അപ്പം ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ അബുദാബിയിൽ നിന്ന്. ഷാർജയിലാണ് പരിപാടിയെങ്കിലും എല്ലാ എമിറേറ്റ്സുകാരും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി അതിൻ്റെ പോസ്റ്റർ പോലും ഞാൻ നോക്കിയില്ല. ചിലപ്പോൾ എനിക്ക് സാധ്യതയില്ല. ഞാൻ ഷാജിയോട് പറഞ്ഞു, കാര്യം എൻ്റെ ഫിലിമിൻ്റെ പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയതേ ഉള്ളൂ. ഈ ഓണത്തിനാണ് സിനിമ ഇറങ്ങുന്നത്. 2ാമത്തെ സിനിമയാണ്. ലക്ഷ്മി വന്നപ്പോഴേ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ എങ്ങനെ അറിയാമെന്നുള്ള ചോദിച്ചു. കാര്യം എൻ്റെ ഫസ്റ്റ് ഫിലിമിൽ ഒരു ശ്രീലങ്കൻ സുന്ദരിയിൽ സേതുലക്ഷ്മി ചേച്ചി ആയിരുന്നു ഞാൻ ബുക്ക് ചെയ്തത്. അതുകൊണ്ട് എനിക്കറിയാം. കാര്യം ചേച്ചി വന്നപ്പോൾ ലാസ്റ്റ് ടൈം ഞങ്ങൾ മീറ്റ് ചെയ്തു. അപ്പോൾ ചേച്ചിക്ക് വരാൻ പറ്റില്ലായിരുന്നു. അന്ന് കാല് വയ്യാന്നോ അങ്ങനെ എന്തോ ആയിരുന്നു സംഭവം പറഞ്ഞിട്ട് ചേച്ചിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. കാര്യം കൊച്ചിയിൽ വെച്ചായിരുന്നു ആ ഷൂട്ട്. ട്രിവാൻഡ്രത്തായിരുന്നു ആക്ച്വലി ചേച്ചിനെ ബുക്ക് ചെയ്തിരുന്നത്. ഞാൻ ഷൂട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിലോട്ട് മാറ്റിയപ്പോൾ ചേച്ചിക്ക് അത് കാല് വയ്യാത്തതുകൊണ്ട് വരാൻ പറ്റില്ല. എനിക്കൊന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അങ്ങനെ അതിന് പകരമായിട്ട് ചെയ്തത് തൃശ്ശൂർ എൽസ ചേച്ചിയാണ്. അപ്പം അങ്ങനെ മാറിപ്പോയിരുന്നു. അപ്പം ഞാൻ പിന്നെ പറയുന്നത് അടുത്ത സിനിമയ്ക്ക് ഞാൻ വിളിച്ചില്ല കേട്ടോ, സോറി. കാര്യം എന്താ പറഞ്ഞാൽ അത് നാഗർകോവിൽ കന്യാകുമാരിയിലായിരുന്നു ഷൂട്ട്. പിന്നെ മണക്കാട് ലീല ചേച്ചിയാണ് അതിന് പകരം വന്നിരിക്കുന്നത്. അപ്പോൾ സേതുലക്ഷ്മി ചേച്ചിക്ക് അന്ന് വേറെ ഫിലിം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാറിപ്പോകും നമ്മൾ ക്ഷണിക്കാമെന്ന് പറഞ്ഞാലും. പക്ഷേ എപ്പോൾ കണ്ടാലും ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും ഞാനും ഷാജിയുടെ ലാസ്റ്റ് പ്രോഗ്രാമിലുണ്ടായിരുന്നു. അപ്പോൾ സേതുലക്ഷ്മി ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് മോളെ പരിചയപ്പെടുത്തി തരുന്നു. അപ്പോൾ ലക്ഷ്മിക്ക് അറിയത്തില്ല, പക്ഷേ എനിക്കറിയാം. ഞാൻ പറഞ്ഞു ഓക്കെ. എനിക്ക് ഇവിടെ നിൽക്കുന്നവരിൽ 1-2 പേര് വെച്ചാൽ ബാക്കി എല്ലാവരും എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ഞാൻ പരിചയപ്പെടുന്നു. എന്നെ പരിചയപ്പെടുക, ഞാൻ കൃഷ്ണ പ്രിയദർശൻ. പ്രിയദർശൻ ഫാമിലി എന്നല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പ്രിയദർശൻ എന്നാണ്. അത് കാരണം തന്നെ ഞാൻ എന്നെ ഫസ്റ്റ് ഫിലിമോടെ തന്നെ സിനിമയിൽ നിന്ന് ഔട്ടാക്കാനുള്ള ശ്രമങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. കാരണം പ്രിയദർശൻ എന്നുള്ള ഫാമിലി നെയിം യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ഞാനത് വാശി പിടിച്ച് നിൽക്കുകയാണ്. കാര്യം എൻ്റെ ഹസ്ബൻഡാണ് ഡയറക്ടറാകാൻ ആഗ്രഹിച്ചത്. പക്ഷേ എന്താ പറയുക, ഭാഗ്യവശാൽ ഞാനാണ് ആയത്. അതൊരു വലിയ കഷ്ടകാലമാണ്. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല എൻ്റെ കഥയൊക്കെ. ഇനി ചാനലുകളിലൊക്കെ വരുമ്പോഴത്തേക്ക് കാണാം. കാര്യം ലാസ്റ്റ് ഇയർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഫിലിം ഞാൻ 2ാമത് എടുക്കുന്നത് അവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല. എടുക്കരുത് എന്നാണ് അവർ പറഞ്ഞത് എന്നോട്. അപ്പം ഞാൻ എടുത്ത് കാണിക്കുന്നുള്ള എൻ്റെ ഒരു വാശിയായിരുന്നു. പക്ഷെ ഞാൻ മലയാളത്തിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു.
തമിഴ് സിനിമയാണത്. തമിഴിനെ കൃഷ്ണപ്രസാദ് സാറൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, അത് മലയാളത്തിൽ നിന്ന് കുറേ ആർട്ടിസ്റ്റിലുണ്ട്. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹപ്രകാരം അതിനെ ഞാൻ ഡബ് ചെയ്തു മലയാളത്തിലേക്ക്. അപ്പോൾ എന്തുകൊണ്ട് തന്നെ എനിക്ക് തമിഴ് ഭാഷ കുറച്ച് അറിയാം, പക്ഷെ മലയാളത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടെ ചേർത്താണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ബൈലിംഗൽ ലാംഗ്വേജ് ആണ് അതിൻ്റെ അകത്ത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ സിനിമ കാണണം. മലയാളവും തമിഴും ഉണ്ട് അതിൻ്റെ അകത്ത്. കേരളത്തിലാണ് കാണുന്നതെങ്കിൽ നമ്മൾ മലയാളത്തിൽ കാണും, കുറച്ച് ഭാഗം തമിഴുമായിരിക്കും. കാര്യം ഇതൊരു കേരള തമിഴ് ബോർഡറിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ജെൻസി ആയിട്ടാണ് നടക്കുന്നതെന്ന്. നമുക്ക് എൻ്റെ അഭിപ്രായം കേട്ടോ, ഇടണമെന്നൊന്നുമില്ല, പക്ഷെ ജെൻസി ആയിട്ട് നമുക്ക് നടക്കാം ചിന്ത. കാര്യം എനിക്കിപ്പോഴും 26 വയസ്സുള്ളൂ, ഞാനതാ പറയാറില്ല, എൻ്റെ മോനിടതാ പറയുന്നത്, അതല്ല റിയലെങ്കിലും. എന്തുകൊണ്ട് തന്നെ എനിക്ക് മാത്രമേ എനിക്ക് മുന്നോട്ട് പോയി ചെയ്യാൻ പറ്റുള്ളൂ കാര്യങ്ങൾ. അങ്ങനെ ചിന്തയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ജെൻസി ആയിട്ട് ഞാൻ നടന്നാൽ ഞാൻ വല്ല സ്ലീവ്ലെസ്സും മറ്റേ ഇതൊക്കെ ആയിട്ട് നടക്കണം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ ജെൻസി യുഗം മാറും. ആഫ്റ്റർ 20 ഇയേഴ്സ് പറയുമ്പോൾ വേറൊരു യുഗമുണ്ട്. അത് തന്നെ ഇച്ചിരി നമ്മൾ എൽഡർലി സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് നമ്മൾ എങ്ങനെ ഓണം പഠിപ്പിച്ചു കൊടുക്കും? എനിക്കൊരു വിഷമമുള്ള കാര്യം, ഞാൻ ഓണത്തിൻ്റെ പരിപാടികളൊന്നും ചെക്ക് ചെയ്തില്ല. ഞാനതാ പറഞ്ഞ പോസ്റ്റർ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഓണത്തിൻ്റെ പരിപാടികൾ ഞാൻ ആവേശത്തിനനുസരിച്ച് വരത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ മിസ് ചെയ്തു ആക്ച്വലി. അപ്പോൾ നമ്മൾ ഈ വേഷത്തിൽ നിൽക്കണമെങ്കിൽ, നമ്മുടെ ജെൻസി കാണണമെങ്കിൽ ഇല്ലേ, ഇനി അവർക്ക് നെക്സ്റ്റ് ആഫ്റ്റർ 10 ഇയേഴ്സ് 20 ഇയേഴ്സ് കഴിഞ്ഞാൽ അപ്പോൾ അവർ ഓണത്തിലേക്ക് വരും. അന്ന് അവർക്ക് ഇടാനൊരു വേഷമാണ് നമ്മുടെ ഈ വേഷം. അപ്പം നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞവർ നമ്മുടെ ജെൻസി ടൈമിൽ നമ്മളും എൻജോയ് ചെയ്തു. നമ്മൾ ഈ സമയത്ത് ഈ വേഷം തന്നെ വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എങ്കിലും മറ്റുള്ളവർക്ക് അത് കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിലൂടെയാണ് നമ്മുടെ കൾച്ചർ നമ്മൾ പാസ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഈ കൾച്ചർ നമ്മൾ നിലനിർത്തി പോയാൽ പറ്റും. തിരുവാതിര വേണോ എന്ന് ചോദിച്ചു. എനിക്ക് സാറ് വേണമെന്ന് പറഞ്ഞു. തിരുവാതിരക്ക് ജീൻസും ടോപ്പോട്ട് കളിക്കാൻ പറ്റില്ല ഇല്ലേ? അപ്പൊ ഈ തിരുവാതിര നിലനിർത്തണമെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് തിരുവാതിര, അവര് ബ്രേക്ക് ഡാൻസ് കളിച്ചോട്ടെ. കാര്യം കുറെ കാലം കഴിയുമ്പോൾ അവരും തിരുവാതിരയിലേക്ക് വരും. അതാണ് നമ്മുടെ ഒരു എന്താ പറയുക കൾച്ചർ കൈമാറുക എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജെൻസി ആയിട്ട് തിങ്ക് ചെയ്യാം, ബട്ട് ബിക്കോസ് വി ഹാവ് ടു യൂസ് ദ തിങ്സ്. ടെക്നിക്കലി ഉള്ള തിങ്സ് എല്ലാം യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കണമെങ്കിൽ തിങ്ക് ലൈക്ക് എ ജെൻസി. പക്ഷെ നമ്മുടെ കൾച്ചറെല്ലാം നമ്മൾക്ക് കാര്യം നമ്മളിപ്പം ചിന്തിക്കുന്നത് ഇല്ലേ, ഞാനിപ്പോൾ ഒരു 20 വയസ്സിലൊക്കെ ചിന്തിക്കുക എന്തായിരിക്കും ഈ എൻ്റെ അമ്മയ്ക്കൊക്കെ എന്തിനാ ഈ സാരി കൊടുത്ത് നടക്കുന്നത് ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ആ പ്രായത്തെത്തുമ്പോൾ അതൊരു ഭംഗിയാണ്. ആ രീതിയിൽ നടക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അപ്പം ആ സമയത്തും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൾച്ചറൽ പ്രോഗ്രാംസ് വരുമ്പോൾ ഇപ്പോഴും നമ്മളുടെ കോളേജുകളിലൊക്കെ അവരെല്ലാം എന്തുകൊണ്ട് സാരി കൊടുക്കുന്നു? കാര്യം അതിൻ്റെ ഒരു ഭംഗി വേറെയാണ്. അതുപോലെ ആവാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഇതൊക്കെ ഈ പറയുന്ന ഭാഷയൊക്കെ എനിക്കും അറിയത്തില്ല കേട്ടോ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജെൻസി ഭാഷകളൊക്കെ. പക്ഷേ കാര്യമൊന്നുമില്ല, കുറെ കഴിയുമ്പോൾ അവരും മറക്കും. നമ്മളുടെ തലമുറയിലേക്ക് വരുമ്പോഴത്തേക്കും കാര്യം നമ്മുടെ ഒരു സിനിമ തന്നെ പറയുന്നുണ്ടാവും, പേര് ഞാൻ മറന്നുപോയി. പുള്ളി ആ 20 ഇയേഴ്സിൽ ഭയങ്കര കമ്മ്യൂണിസ്റ്റാണ്, ദൈവവിശ്വാസം പോലും ഇല്ല. ആഫ്റ്റർ 20 ഇയേഴ്സ് കഴിയുമ്പോൾ പുള്ളി ഇപ്പം അമ്പലത്തിൽ നിന്ന് ഇറങ്ങാറില്ല എന്ന് പറയുന്ന പോലെ. അപ്പോൾ 40 ഇയേഴ്സ് ആയപ്പോഴത്തേക്ക് അമ്പലത്തിൽ കയറി. 20 ഇയേഴ്സിൽ നമ്മളുടെ തോന്നലുകളാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം മാറും. പിന്നെ നമ്മൾ അവർക്ക് കൈമാറുകയാണ് ഇത് തന്നെ സെയിം തിങ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ലോകം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സിനിമയിലേക്ക് ഞാൻ പറയാം. ഓണത്തിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് കാര്യം ഓണം ഇല്ലാതെ പിന്നെ അല്ലേ, ഓണത്തിന് ഉള്ളതാണ് പട്ടുസാരി അല്ലെങ്കിൽ നമ്മുടെ കേരള വസ്ത്രങ്ങൾ. നമ്മൾ കേരള നവംബർ 1 ഇത് തന്നെ ആയിരിക്കും. എന്തെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ എന്താണ്, ദിസ് ഇസ് ഓൾ ബിസിനസ് ആക്ച്വലി. നമുക്ക് ഇങ്ങനെ ഒരു കൾച്ചർ ഉണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു വേഷമുണ്ട്, അതെല്ലാം വിൽക്കാനൊരു മാർഗം വേണം. അതൊക്കെയാണ് നമ്മുടെ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്, ഓണം. അപ്പൊ ഈ ഓണത്തിന് ഇപ്പൊ കൂട്ടായ്മ ആക്ച്വലി ഞാൻ ഒരു ഓണം പരിപാടിക്ക് പോകാറില്ല കേട്ടോ. ഞാൻ ആക്ച്വലി ഇവിടെ ഷാജി വിളിച്ചാൽ മാത്രമേ എല്ലാ പരിപാടിയും വരാറുണ്ട്. 2 മിനിറ്റ് എല്ലാവർക്കും ഉള്ളതെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് കവർന്നെടുക്കുന്നത് കാര്യം നിങ്ങൾ ഷാർജയിലുള്ളവരാണ്, നിങ്ങൾക്ക് കൂടുതൽ നേരം സംസാരിക്കാൻ കിട്ടത്തില്ല. കാര്യം ഒരുപാട് പരിപാടി കിട്ടും. എനിക്ക് ആ അബുദാബിയിൽ നിന്ന് വന്നോണ്ട് ഞാൻ ഇച്ചിരി സമയം നിങ്ങളെയൊക്കെ കട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്റെ സിനിമ നിങ്ങളെല്ലാവരും കാണണം. എനിക്ക് മൈക്ക് കിട്ടിയ സത്യം പറഞ്ഞ ഞാൻ സ്റ്റാർട്ടിങ് ആസ് എൻ ആങ്കർ ആയിരുന്നു. അപ്പൊ അത് കൈരളിയിലൊരു ആങ്കർ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. കാര്യം എഡ്യൂക്കേഷനിൽ എനിക്ക് സ്വന്തമായിട്ട് തന്നെ 2 സ്കൂൾസ് നടത്തുന്നുണ്ട്, അത് അബുദാബിയിൽ. പിന്നെ കൾച്ചറലി 20 വർഷത്തോളം ഞാൻ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് നിന്നാണ്. പിന്നെ ഇതിലേക്ക് തിരിച്ചു വരികയാണ്. കാര്യം കോവിഡാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. കോവിഡ് പിടിച്ചോണ്ടല്ല, കോവിഡ് പിടിക്കാത്തോണ്ടാണ് ഞാനിപ്പോൾ സിനിമയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സിനിമ കാണുന്ന സിനിമയുടെ പേര് ആലി. ഇനി ഇതിൽ എത്ര ഡോക്ടേഴ്സ് ഉണ്ട്? ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ? സിനിമ കാണരുത്, ഡോക്ടേഴ്സ് മികച്ചുള്ള സിനിമയാണ്. അപ്പൊ പേഷ്യൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. ഇനി പേഷ്യന്റ് ആവുമെന്ന് ഭയന്നിരിക്കുന്നവർക്ക് കാണാം, സിക്ക് ആവുമെന്ന് പേടിക്കുന്നവർക്ക് കാണാം, ബട്ട് നോ ഡോക്ടേഴ്സ്.
കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക പ്രൊഫഷൻ അഗേൻസ്റ്റ് ഉള്ള ഒരു മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെൽക്കം ചെയ്യുന്നില്ല. നോ ഡോക്ടർ ഷുഡ് വാച്ച് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാനൊരു ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അത് ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഷാജി ഡോക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സിനിമ കണ്ടിരിക്കണം കേട്ടോ. നല്ലൊരു പെർഫോമൻസ് ആണ് ചെയ്തേക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷാജി ആരും സ്നേഹിക്കില്ല സിനിമ കണ്ട്, അല്ലേ ഷാജി? അപ്പൊ നിങ്ങളെല്ലാവരും ഓണത്തിന് കാണേണ്ടതാണ്. ഓണസദ്യ ഉണ്ടില്ലെങ്കിലും ആലി സിനിമ കണ്ടിരിക്കണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു കൃഷ്ണ. ഞാൻ സിനിമയിൽ അഭിനയിച്ചു, അത് മാത്രമേ എനിക്കറിയാവൂ. എനിക്ക് തന്ന ക്യാരക്ടർ അത് മാത്രമേ അറിയാവൂ. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, സ്നേഹത്തോടെ നമ്മുടെ ഡെൽമ ക്ലിനിക്കിന്റെ CEO പ്രിയപ്പെട്ട ടിനു സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മീ ടു കണക്ഷൻസിന്റെ നമ്മുടെ പ്രിയപ്പെട്ട സിബി ജോസ്. അടുത്ത നമുക്ക് ഗീതേജിയുടെ വാക്കുകൾ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഓണാശംസകൾ അറിയിക്കുകയാണ്. നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കുന്നത് ഓണസദ്യ അല്ല, അതിന് മുന്നേ ആയി ആ അമ്മയുടെ കൈകൾ കൊണ്ട് ഉണ്ടാക്കി തരുന്ന ആ ഒരു ഭക്ഷണം ചെറുപ്പത്തിലേ ശീലമായിട്ടുള്ള. അതുപോലെ ആദ്യത്തെ ഓണം, ഇപ്രാവശ്യത്തെ ഓണം അമ്മ GTVയുടെ സദ്യയാണ് നമ്മൾ സദ്യയിലാണ് നമ്മൾ ഈ ഒരു ആഘോഷം നടത്തുന്നത്. അപ്പോൾ അമ്മ എന്ന പേര് സെലക്ട് ചെയ്ത ഷാജി ആദ്യം തന്നെ നന്ദി പറയുകയാണ് ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചതിന്. പിന്നെ അമ്മ TVയിൽ ഗീതാഞ്ജലി എന്നൊരു പ്രോഗ്രാമിൽ ചെറിയൊരു ഭാഗമായി ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. അതിപ്പോൾ കാണാനും കേൾക്കാനും മൊത്തത്തിൽ ആ ഒരു TV കാണാനും കേൾക്കാനും ഒരുപാട് ആൾക്കാർ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം ഷാജി, എല്ലാവിധ ആശംസകളും. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ബഷീർക്കയാണ്. ഇപ്പോൾ ഒരു ഭയപ്പാടോടുകൂടിയാണ് ഈ മൈക്ക് വാങ്ങിയിരിക്കുന്നത്. കാരണം നമ്മുടെ മാഡം പറഞ്ഞത് എനിക്ക് കൂടുതൽ സമയം ആവശ്യമുണ്ട്, കാരണം ഞാനതിന് അർഹയാണ്. അബുദാബി നടന്നു വരുന്നത് ഒരു രഹസ്യമുണ്ട്. ഞാൻ ഈ ബിൽഡിങ്ങിന്റെ മേളിൽ വരുന്നത്. അതുകൊണ്ട് ഷാജിയോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, അടുത്ത പരിപാടി അബുദാബിയിൽ വെക്കണം എന്നുള്ളതാണ്. അപ്പൊ സംസാരിച്ചാൽ മതിയോ എന്നുള്ളതാണ്. ഒന്ന് ഗാനം ഗാനാമൃതം. ഗാനം ഗാനാമൃതം എന്ന് പറയുമ്പോൾ അമൃതം എന്ന് പറയുന്നത് ജീവൻ തിരിച്ചു കൊണ്ടുവരുന്ന ഔഷധമാണ്. ഡോക്ടർ ഇവിടെ ഉണ്ട്, അങ്ങനെയാണല്ലോ ഡോക്ടറെ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഹൃദയത്തിന് മുറിവേറ്റ ആളുകളാണ് നമ്മളെല്ലാവരും. കാണുന്നതും കേൾക്കുന്നതൊക്കെ വേദനകളും മുറിവുകളും സങ്കടങ്ങളും. ആ ഒരു കാലത്ത് ആ വേദനയിൽ മരുന്ന് പുരട്ടിയെടുക്കാൻ നാദബ്രഹ്മം കൊണ്ട് സാധ്യമാകുമെങ്കിൽ, നമ്മുടെ നൗഷാദ് സാറ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മനുഷ്യന്റെ ശരീരത്തെ മരുന്ന് കൊണ്ട് ചികിത്സിക്കാം, പക്ഷേ മനസ്സിനെ ചികിത്സിക്കാൻ അത് സംഗീതത്തിന് സാധ്യമാകുമെന്ന ഒരു യാഥാർത്ഥ്യം അത് ഓർത്തു പോകുന്നു. നിർഭാഗ്യവശാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആത്മഹത്യയുടെ തലസ്ഥാനം നമ്മുടെ ഇന്ത്യയാണ്. സങ്കടകരമാണ്. 2023 ഔദ്യോഗിക റിപ്പോർട്ടാണ് വന്നത്. അതിൽ 1,73,000 ആളുകൾ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലാണ് എന്നുള്ളത് നമ്മെ സങ്കടപ്പെടുത്തുകയാണ്. ഓരോ ദിവസത്തെ വാർത്തകളിലും കുടുംബങ്ങൾ മുഴുവനും ആത്മഹത്യ ചെയ്യുന്ന സങ്കടമാണ് നമ്മൾ കാണുന്നത്. എന്തു പറ്റി നമ്മുടെ മനുഷ്യർക്ക്? എവിടെയാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ടത്? എവിടെയാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോയത്? എവിടെയാണ് നമ്മുടെ വേദനകൾ പങ്കുവെക്കാനുള്ള ഇടങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മുടെ ഈ കൂട്ടായ്മയും പാട്ടും പരിവട്ടങ്ങളും ഓണത്തിൻ്റെ നന്മകളൊക്കെ നമ്മളിലേക്ക് വീണ്ടും പ്രതീക്ഷയുടെ, സ്നേഹത്തിൻ്റെ, ചേർത്ത് പിടിക്കലിൻ്റെ ഒക്കെ സന്ദേശമായി കടന്നു വരുന്നത്. അതുകൊണ്ട് ഈ പരിപാടി, ഇത്തരം കാര്യങ്ങൾ, ഈ കൂട്ടായ്മ എന്നൊക്കെ പറയുന്നത് ഇത് കേവലം ഒരു നേരം പോക്കല്ല. ഒരു കാലത്തും ഇത് ഇന്നത്തെ ഒരു സമൂഹത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കൂടിച്ചേരലിൻ്റെ, ഇവിടെ പറയപ്പെട്ടതുപോലെ അമൃതം നൽകാനുള്ള, വീണ്ടും ജീവൻ തിരിച്ചെടുക്കാനുള്ള, മുറിവുകൾ ഉണക്കാനുള്ള ഏറ്റവും വലിയൊരു മരുന്നാണ്. ഷാജി സാർ എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഓണത്തെക്കുറിച്ച് 2 വാക്ക് പറയണമെന്നില്ലാണ്. ഓണത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്ത് പറയാനാണ് ഓണം? ഓണം എന്ന് പറയുന്നത്
നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ത്യാഗം ചെയ്ത മഹാബലി ഓർക്കുന്നതാണ്. ഏറ്റവും വലിയ ത്യാഗം എന്ന് പറയുമ്പോൾ മഹാബലിയുടെ ആ നന്മയുടെ ആ ഭരണത്തിൻ്റെ ആ ഒരു മഹത്വം അങ്ങ് ദേവലോകത്ത് വരെ പ്രകമ്പനമുണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് പോലും അല്പം അസൂയ ഉണ്ടായപ്പോഴാണ് ഞങ്ങളെക്കാളും വലുത് മഹാബലി ആകാൻ പാടില്ലല്ലോ എന്നുള്ള നിലക്ക് അവിടെ വാമനനായിട്ട് കടന്നു വരുന്നത്. 3 കാലടികളാണ് ചോദിച്ചത്. 2 കഴിഞ്ഞ് 3ാമത്തത് ഇല്ലാതിരുന്നപ്പോഴാണ് സ്വന്തം തല തന്നെ കാണിച്ചു കൊടുത്ത് മഹാബലി പാതാളത്തിലേക്ക് പോയത്. ആലോചിച്ചു നോക്ക്. ത്യാഗമാണ് ഓർമ്മിക്കപ്പെടുന്നത്, ധാർഷ്ട്യമല്ല ഓർമ്മിക്കപ്പെടുന്നത്. കാലം എത്ര കഴിഞ്ഞാലും, സഹസ്രാബ്ദങ്ങൾ എത്ര കഴിഞ്ഞാലും ത്യാഗത്തെ സ്മരിക്കപ്പെടുകയാണ്. മഹാബലി വരികയാണ് നമ്മളെ കാണാൻ കൊണ്ട്. അതാണ് നമ്മുടെ സങ്കല്പം. നമ്മൾ പൂക്കളം ഒരുക്കുമ്പോൾ അവിടെ കൊന്നയും മുല്ലയും എല്ലാം ചേർത്ത് നമ്മൾ ശംഖുപുഷ്പമൊക്കെ ചേർത്ത് ഇങ്ങനെ പൂക്കളം ഒരുക്കി ആ നല്ല കാലത്തേക്ക് നമ്മൾ വരവേൽക്കുകയാണ്. എന്തായിരുന്നു മഹാബലിയുടെ നല്ല കാലം? മനുഷ്യരെല്ലാവരും ഒന്നുപോലെയുള്ള കാലം. അങ്ങനെയുള്ള കാലത്തെയാണ് നമ്മൾ വീണ്ടും പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ ഞാനത് പറയുമ്പോൾ മഹാബലിയുടെ ഒരു നാട് പോലത്തെ ഒരു നാടാണ് നമ്മുടെ ഈ UAE. ഇവിടെ ഉണ്ടായിരുന്നു ഒരു മഹാബലി, ഷെയ്ഖ് സാഹിബ്. അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്തെ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയാണ് എൻ്റെ ഈ മണ്ണ്. നിങ്ങൾക്കെല്ലാം കടന്നു വരാം, നിങ്ങൾക്കെല്ലാം ജീവിക്കാം, നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇവിടെ നിന്ന് കൊയ്തെടുക്കാം. അങ്ങനെയുള്ള ആളുകൾ ഓർമ്മിക്കപ്പെടുന്ന ഒരു കാലത്തിലാണ് ഈ ഓണമൊക്കെ നമുക്ക് പ്രസക്തമാവുന്നത്. മാത്രമല്ല, ഒന്ന് കയറി പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ആ മണ്ണിൻ്റെ നന്മ, നമ്മുടെ പ്രതീക്ഷ, ആ കൊയ്ത്തുകാലം, ഇതൊക്കെ ഓർമ്മിച്ചെടുക്കാൻ എത്രയാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ പച്ചക്കറിയായിട്ട്, ഞാൻ പറയാം പച്ചക്കറി എന്ന് ഞാൻ പറയില്ല, ഞാനൊരു പ്രകൃതി ഉപാസകനായതുകൊണ്ട് ഞാൻ ഒരിക്കലും വെജിറ്റബിൾ എന്ന് പറയില്ല. ഏറ്റവും വലിയ വിഷം നിറഞ്ഞ വലിയ ട്രക്കുകൾ ഉരുണ്ടു വരികയാണ് നമ്മുടെ കേരളത്തിലേക്ക്. ഒരു ദിവസം 10,000 ടൺ ആവശ്യമുണ്ട് നമുക്ക് പച്ചക്കറികൾ. കേവലം 13% നമ്മുടെ കേരളത്തിൽ ഉത്പാദിക്കപ്പെടുന്നത്. 10,000 ടൺ എന്ന് പറയുമ്പോൾ ഒരു മാസത്തേക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 30 കോടി നമ്മൾ വിഷം വാങ്ങാൻ വേണ്ടി കൊടുക്കുക. ആ വിഷം വാങ്ങിയിട്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ രോഗാതുരമാക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും നല്ല കച്ചവടം സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ലോകത്തിൽ ഏറ്റവും നല്ല സ്പെഷ്യാലിറ്റി, ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉള്ളത് നമ്മുടെ കേരളത്തിലാണ്. പക്ഷെ ആലോചിച്ച് നോക്ക്, എത്ര നല്ല മണ്ണാണ്. 44 നദികൾ കൊണ്ട് അനുഗ്രഹീതമായ നമ്മുടെ കേരളം. ഏറ്റവും നല്ല മൺസൂൺ, അതേപോലെ വിടവപ്പാതയൊക്കെയുള്ള നമ്മുടെ കേരളം. ആ കേരളത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയാൻ ഉപയോഗിക്കുന്ന യുവത്വത്തിന് എന്തുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് വേണ്ടി ഈ കൃഷിയിലേക്കൊക്കെ ഇറങ്ങിക്കൂടാ? വല്ലാത്ത സങ്കടമുള്ളൊരു കാര്യമാണ്. കൂടുതൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയും ഇവിടെ മോഹനേട്ടനൊക്കെ ഉണ്ട്, ഗംഭീരമായിട്ട് പറയേണ്ട ആൾക്കാർ. ഗീതേച്ചിയുടെ കൂടെ ഒന്നിച്ച് ഒരു പരിപാടിയിൽ ഒന്നിച്ച് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. പിന്നെ ഷാഹുൽ ഹമീദക്ക, ഞങ്ങൾ ഒത്തിരി പരിപാടികൾ ഒന്നിച്ച് പങ്കെടുക്കാറുണ്ട്. ഇദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ ധാരാളം കണ്ടിട്ടുണ്ട്, നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. മേഡത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ അവരൊക്കെ ആരാണ്, എവിടെ നിൽക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ വേദിയുടെ മഹത്വം മനസ്സിലാക്കുന്നത്. അതേപോലെ ഇവിടെ കാര്യമായ ഒരാളുണ്ട്, മിന്നൽ മുരളിയുടെ പ്രൊഡ്യൂസർ ഇവിടെയുണ്ട്, മിസ്റ്റർ ഡാർവിൻ. അദ്ദേഹത്തെ അടുത്ത സിനിമയുടെ പേര് കോസ്മിക് സാംസൺ, അത് ഇറങ്ങാൻ പോവാണ്. ഇങ്ങനെ എല്ലാം പ്രഗത്ഭരായ ആൾക്കാരാണ് ഈ വേദിയിലുള്ളത്. പിന്നെ ഡോക്ടർ ടിനു, ആയുർവേദം, അദ്ദേഹം മനസ്സുകൊണ്ട് നടക്കുന്ന ഒരു സ്വപ്നമുണ്ട്. നമ്മൾ നേരിട്ട് അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് പറയാണ്, അതൊരു ചികിത്സാ സമ്പ്രദായത്തെ ഒരിക്കലും ഒരു ബിസിനസ് വൽക്കരിക്കപ്പെടാതെ അതിൻ്റെ തനിമയും അതിൻ്റെ നന്മയും നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ഡെൽമ ആയുർവേദ സെന്റർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ നമുക്ക് പരിചയപ്പെടാൻ ഒരു അവസരമുണ്ട്. പിന്നെ ആരിഫ് നല്ലൊരു ബിസിനസ് സംരംഭകനാണ്. ഇവിടെ ഇത്രയും മനോഹരമായി വേദി നമുക്ക് നൽകിയത് ആരിഫിൻ്റെയും അദ്ദേഹത്തിൻ്റെ പണരുടെയൊക്കെ ആ സ്നേഹവായ്പ കൂടി ഉണ്ട്. അവരൊന്നും ഒരു പണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അവരൊക്കെ അവരുടെ മനസ്സിനെ, അവർക്കൊരു ചെയ്യുന്ന കാര്യത്തിൽ ആത്മസംതൃപ്തി കൂടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇവിടെ പാട്ട് പാടിയ ടീച്ചർമാരെയൊക്കെ ഞാൻ മനോഹരമായിട്ട് അവരുടെയൊക്കെ പാട്ടുകൾ കേട്ടു. തീർച്ചയായും ഇത്തരം പരിപാടികൾ നമുക്ക് ഇനിയും സംഘടിപ്പിക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ട ഷാജിക്കാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള അംഗീകാരവും സ്നേഹവും നമുക്ക് ഈ സമയത്ത് സമർപ്പിക്കാനുള്ളത്. വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.
അടുത്തത് നമ്മുടെ മോഹനേട്ടന്റെ വാക്കുകളിലേക്കാണ്. നമസ്കാരം, എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേരാണ്. അമ്മ ചാനല് ഷാജിയുടെ വളരെ മനോഹരമായിട്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചു. ആദ്യത്തെ ഓണാഘോഷ പരിപാടിയാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്ത് ബഷീർ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കിനെയും ഞാൻ എൻഡോഴ്സ് ചെയ്യാണ്. ഇത്ര മനോഹരമായിട്ട് അദ്ദേഹം അത് പഠിച്ചു വെച്ചിരിക്കുന്നു, അത് നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ബഷീർ വളരെ മനോഹരമായിട്ട് സംസാരിച്ചു. അതുപോലെ ഇവിടെ പാടിയിട്ടുള്ള എല്ലാവരും, ആ മോൻ്റെ പാട്ട് എൻ്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്ത് മനോഹരമായിട്ടാണ് ആ യേശുദാസിൻ്റെ പാട്ട് പാടിയിരിക്കുന്നത്. അതിമനോഹരമായിട്ട് പാടിയിട്ട് എല്ലാ പാട്ടുകളും നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തരം പരിപാടികൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഷാജിയോട് റിക്വസ്റ്റ് ചെയ്യാണ്. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും. താങ്ക് യു മോഹൻ ചേട്ടാ. അടുത്തത് നമ്മുടെ ഡോക്ടർ ടിനു ആണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വലിയ പ്രാസംഗികനല്ല, ബഷീർക്ക് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഞാൻ 15 വർഷമായി UAE വന്നിട്ട് ശരിക്കും നാട്ടിൽ ആഘോഷിക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ ഓണപരിപാടി ഞാൻ ഇവിടെ ആഘോഷിച്ചിരിക്കുന്നത് അല്ലേ. എല്ലാവരും ഇവിടെ ഇരിക്കുന്നു, എല്ലാവർക്കും അറിയാം. നമുക്ക് ഓണപരിപാടികൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ക്രിസ്മസ് വരെ ഇനിയും പല അസോസിയേഷൻ്റെയും പല ഓണ പ്രോഗ്രാമുകളും നമുക്ക് പങ്കെടുക്കാൻ സാധിക്കും. അത് തന്നെ ശരിക്കും ഒരു ഭാഗ്യമാണ്. ശരിക്കും ബഷീർക്ക് പറഞ്ഞതിൻ്റെ കൊണ്ട് ഈ മണ്ണിൽ ഇങ്ങനൊരു സാഹചര്യം നമുക്ക് ഒരുക്കി തന്ന ഇവിടുത്തെ ലീഡേഴ്സിനോട് ശരിക്കും നന്ദി പറയണം. പിന്നെ അതുപോലെ ഈ കൂട്ടായ്മ വളരെയധികം എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഇത്രയും തിരക്കുകൾക്ക് ഇടയിൽ ഒരു ഗാനാമൃതം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം തന്നെ പുതിയ കലാകാരന്മാർക്ക് വന്ന് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു വേദി ഒരുക്കുക. അത് ശരിക്കും ഷാജി സാറിന് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും. അതുപോലെ ഈ പ്രോഗ്രാം ഇവിടെ ഓർഗനൈസ് ചെയ്തത് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കാണുവാൻ സാധിച്ചാലും വളരെയധികം സന്തോഷം. ഇനി അങ്ങോട്ട് എല്ലാവർക്കും നമുക്ക് ഒന്നാമത് ഇങ്ങനത്തെ ഒരു സാഹചര്യം എല്ലാവർക്കും അറിയാം വെളിയിൽ എന്താ നടക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കുക ഇതെല്ലാം എത്രയും പെട്ടെന്ന് ഇതെല്ലാം മാറി എല്ലാ രാജ്യങ്ങൾക്കും സമാധാനം വരട്ടെ. എത്രയും പെട്ടെന്ന് നമുക്ക് വീണ്ടും ബാക്ക് ടു നോർമൽ ആവണം. പക്ഷെ അതിനെല്ലാം ദൈവം വഴിയൊരുക്കും. എല്ലാവരുടെയും പ്രാർത്ഥന, എല്ലാവരുടെയും സ്നേഹം, അതാണ് വേണ്ടിയത്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. താങ്ക് യു. താങ്ക് യു ഡോക്ടർ. അടുത്ത് പ്രിയപ്പെട്ട ഡാർവിൻ. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഓണാമൃതമാക്കിയ ഗാനാമൃതത്തിൻ്റെ പ്രൊഡ്യൂസറായ ഷാജി സാറിനെ എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ യാദൃശ്യമായിട്ടാണ് ഞാനിവിടെ എത്തിയത്. സൗദിയിലുള്ള 1-2 പേഷ്യൻസ്, ഞങ്ങളും ആയുർവേദം കൊല്ലത്ത് സാമ്പത്തികം വലുതായിട്ട് നോക്കാതെ ചെയ്യുന്ന നേരത്തെ പറഞ്ഞതുപോലെ ആയുർവേദ ഒരു റിസോർട്ടുള്ള ഒരാളാണ് കൊല്ലത്ത്. അന്നേരം സൗദി അറേബ്യയിൽ 1-2 കേസുകൾ വന്നപ്പം എൻ്റെ വൈഫ് ഡോക്ടറാണ് ഗീത. സോ ഷീ വോണ്ട് ടു ഡിസ്കസ് വിത്ത് ഡോക്ടർ ടിനു. സോ അങ്ങനെ വളരെ യാദൃശ്യമായിട്ട് മെനിഞ്ഞാന്ന് ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനൊരു പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞതും വരാൻ സാധിച്ചതും. വളരെയധികം നന്ദിയുണ്ട്. പിന്നെ നേരത്തെ മാഡം പറഞ്ഞ പോലെ, കൈരളി മാഡം പറഞ്ഞതുപോലെ, മാഡം അബുദാബിയിൽ നിന്ന് വന്നപ്പം ഇത്രയും നേരം സംസാരിച്ചു. ഞാൻ സൗദി അറേബ്യയിൽ ചേർത്ത് എത്ര നേരം സംസാരിക്കണം, പക്ഷെ ഇല്ല, അധികം ബോറടിപ്പിക്കുന്നില്ല. എല്ലാവരും നിന്ന് കുഴഞ്ഞു. ഞങ്ങളുടെ വരുന്ന മൂവി ഓണത്തിൽ ഇറങ്ങുന്നുണ്ട്. കോസ്മിക് സാംസൺ എന്നാണ് പേര്. മിന്നൽ മുരളിയും ഞാനൊരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു. അതിനകത്ത് മിന്നലിൽ നിന്നാണ് പവർ വരുന്നതെങ്കിൽ ഇതിപ്പം ഷൂവിനകത്ത് നിന്നാണ് പവർ വരുന്നത്. അയ്യോ, പറയാൻ പാടില്ലായിരുന്നു, സോറി. എന്തായാലും പടം കണ്ടോളൂ എല്ലാവരും. പിന്നെ എല്ലാവരും കുറച്ച് പേരൊക്കെ പരിചയമുണ്ട് എനിക്ക്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ആരിഫിക്ക. എല്ലാവർക്കും ഓണാശംസകൾ. അമ്മ ടിവിയുടെ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിച്ചതിനും സംഘടിപ്പിച്ചതിനും റെസ്റ്റോറൻറ്റ് ടാക്സ് എന്ന് പറയുന്നു. ഞങ്ങൾ ഏഷ്യൻ എംപയറിനെ സംബന്ധിച്ച് ഓണം ചുരുങ്ങിയത് ഒരു 120 ദിവസത്തെ പ്രോഗ്രാമാണ്. ലാസ്റ്റ് ഇയർ ഞങ്ങൾ ഏകദേശം 10,000 മുകളിൽ സദ്യ മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ട്രംപിൻ്റെ ചെറിയ ശല്യങ്ങളുണ്ട്, അതൊക്കെ മാനേജ് ചെയ്ത് പോകുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 5 ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വെള്ളി ശനി ഞായറിലൊക്കെ എല്ലാതും ബുക്കായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഓണാശംസകൾ. താങ്ക് യു. അടുത്തത് മറിയെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാണ്. മറിയ പുതിയതായിട്ട് ഇവിടെ ഒരു മീഡിയ കമ്പനി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഔദ്യോഗികമായ ലോഞ്ചാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. മറിയെ വെൽക്കം ചെയ്യാം. സ്വാഗതം പുതിയ ഈ ഒരു സംരംഭത്തിന്. എന്താണ് പറയാനുള്ളത്? ഞാൻ കാര്യമായിട്ട്
അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമെന്നാണ് വിചാരിച്ച്. എനിക്ക് സംസാരിക്കാൻ ഒട്ടും റെഡിയല്ല, പക്ഷേ യെസ്, ഞാനൊരു മീഡിയ കമ്പനി ലോഞ്ച് ചെയ്യാണ്. എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിയൊക്കെ വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസും നമ്മൾ തരാം, വന്ന് അപ്രോച്ച് ചെയ്താലും. താങ്ക് യു. നമ്മുടെ കമ്പനിയുടെ പേര് ഡി ഗ്രൂപ്പ് ഓൺലൈൻ മീഡിയ. എന്തുകൊണ്ടാണ് ഈ ഒരു മീഡിയ കമ്പനി ലോഞ്ച് ചെയ്യണമെന്ന് തോന്നിയത്? അതിന്റെ റീസൺ എന്താണ്? ഞാനിപ്പോൾ മീഡിയ ആണ് പഠിക്കുന്നത്. എൻ്റെ ഫാദർ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, ഒരുപാട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ എം റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ആൻഡ് ഐ വർക്ക് വിത്ത് ക്യാമറ ആൻഡ് സ്റ്റഫ്. അപ്പോൾ അതുകൊണ്ട് ഐ ഓൾവേസ് വാണ്ടഡ് ടു സ്റ്റാർട്ട് എ മീഡിയ കമ്പനി. അങ്ങനെ ഇപ്പോൾ ഒരു സമയം മൊത്തം പോലെ തോന്നി, അതുകൊണ്ട് ചെറുതായിട്ട് തുടങ്ങുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക് യു. ഇല്ല, ഞാൻ ക്യാമറയുടെ ബാക്കിൽ നിൽക്കത്തേ ഉള്ളൂ, ഫ്രണ്ടിൽ നിൽക്കുന്നത് എനിക്ക് അല്ല, ഇഷ്ടമല്ല. തീർച്ചയായിട്ടും മുന്നിൽ നിൽക്കണം. നമ്മൾ ആടൊക്കെ പറയണം. ഈ മീഡിയ ഫീൽഡിൽ എപ്പോഴും നിൽക്കുന്ന നമ്മുടെ മുനീറൊക്കെ കണ്ടു പഠിക്കണം. മുനീറൊക്കെ എപ്പോഴും ഫ്രണ്ടിലാണ്, ഏറ്റവും ടോപ്പ്. ഫസ്റ്റ് നമ്മൾ കാണുന്ന മുനീറൊക്കെയാണ്, അത് കഴിഞ്ഞിട്ടാണ് വിശേഷങ്ങൾ വരുന്നത്. ഡോക്ടർ ഗീതയെ വിളിക്കുകയാണ്. അപ്പോ ഡോക്ടർ ഗീതയോട് തന്നെ ചോദിക്കാം, ഈ ഡി കമ്പനിയെ കുറിച്ച് എന്താണ് മോൾക്ക് ഇങ്ങനെ ഒരു പെർമിഷൻ കൊടുത്തതെന്ന്. ഇതിനായിട്ട് പാഷൻ ഉണ്ടായിരുന്നു. അവള് ലോയ്ക്കാണ് ആദ്യം പോയത്. അത് കഴിഞ്ഞിട്ട് അവളത് വെച്ച് മാറിയിട്ട് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെ മീഡിയയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവളിവിടെ ജോയിൻ ചെയ്തു. SI യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പിന്നെ പപ്പ അതിനെ സപ്പോർട്ട് ചെയ്തു, കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പം തീർച്ചയായിട്ടും ഈ ഡി കമ്പനി ഏറ്റവും മനോഹരമായി UAE-യിലും ഇന്ത്യയിലും പിന്നെ സൗദിയിലും ഒക്കെ വളരട്ടെ. ഡി ഗ്രൂപ്പ്. അപ്പം ഡി ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും. കൂടുതൽ ഇപ്പൊ നിങ്ങൾക്ക് പ്രോഗ്രാംസോ പിന്നെ ഈവൻസോ എന്തുണ്ടെങ്കിലും ഡി ഗ്രൂപ്പിനെ സമീപിക്കാം. അവർക്ക് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അപ്പൊ അവര് വലിയൊരു ടീമായി ഇതിന് വളരട്ടെ. താങ്ക് യു സോ മച്ച്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ മരിയമ്മോള് ലോയ്ക്ക് സിംബയോസിസ് പഠിച്ചുകൊണ്ടിരുന്നതാണ്. ബട്ട് ഒരു വർഷം അടുത്തപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തേക്ക് ഇതിനോട് പാഷൻ കയറി. നമ്മൾ സിനിമയൊക്കെ എടുക്കുന്നതായതുകൊണ്ട് 2-3 സൈറ്റിലൊക്കെ വന്ന ശേഷം പുള്ളി പെട്ടെന്നാണ് ഈ ഒരു മീഡിയയിലേക്ക് വന്നത്. ഇതിപ്പോൾ ഞങ്ങളൊരു ആഡ് നടത്തുന്നതാണ് ആയി പോകുന്നത്. അങ്ങനെ ആകാൻ പാടില്ലതാരും. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ, ഞങ്ങളുടെ ഓണാശംസകൾ. രാജേട്ടനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു, 2 വാക്ക് സംസാരിക്കാനായിട്ട്. അതുപോലെ വിനോദ്. എല്ലാവർക്കും തിരുവോണ ആശംസകൾ. ഞാൻ കയറി വരാതിരുന്നെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല, നമ്മൾ ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞെരുങ്ങി നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നേന്. വേറെ ഒന്നുമല്ല, അഹങ്കാരം കൊണ്ടൊന്നുമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും എനിക്കറിയാം, മോനായിട്ടിനൊക്കെ അറിയാം, എല്ലാവരും അറിയാം. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ 2026 ഓണാഘോഷം ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ തിരുവോണ ആശംസകൾ. പ്രത്യേകിച്ച് നമ്മുടെ സിനിമാ മേഖലയിലാണ്, ആരും അറിയാതെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. അത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം എല്ലാവർക്കും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനോദ്, അജുവയുടെ സുഹൃത്താണ്. അതുപോലെ കുറച്ച് പിന്നെ എന്നെ മുന്നേ സംസാരിച്ച ഒരു ഓർമ്മകൾ നമ്മുടെ വയലിൽ സത്യം പറഞ്ഞാൽ നാട്ടിലേക്ക് കൊണ്ടുപോയി കേട്ടോ. നമ്മൾ ഇതുപോലെ കുഞ്ഞുകാലത്ത് കിളിയടിക്കാൻ പോകുന്ന പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, വിതച്ചിട്ട് ഒരു പാട്ടായി വെച്ചിട്ട് ചോറും കേട്ട് പോയിരുന്നു. ആ ഒരു ഓർമ്മയിലേക്ക് കൊണ്ടുപോയി. വളരെ നന്ദിയും അവരുടെ കൂടെ നിർമ്മിക്കുന്ന എല്ലാവർക്കും ഓണാശംസകൾ. നന്ദി, നമസ്കാരം. ഒരുപാട് സന്തോഷം. ഇത്രയും നല്ലൊരു ദിവസം എല്ലാവരും കൂടി ഇവിടെ ഒരുമിച്ച് കൂടിയതിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആപത്ഘട്ടത്തിലെല്ലാം നമ്മളോട് ചേർത്ത് നിർത്തി അടച്ചു നിർത്തിയ ഈ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ദൃഢപ്രതിജ്ഞ നടത്തുകയാണ്. അവരുടെ സപ്പോർട്ട് കൊണ്ട് എല്ലാവരും അത് എഴുതിയിട്ട് വന്നിട്ട് നമ്മളെല്ലാവരും നമ്മുടെ ഈ UAE-ക്ക് വേണ്ടിയുള്ള ഒരു മൗന പ്രാർത്ഥനയും ഐക്യദാർഢ്യവും എല്ലാവരും പ്രഖ്യാപിക്കുക. ഇനി പ്രീത ഗാനാമൃതത്തെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നു. പ്രീതയെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ഗാനാമൃതം എന്ന പ്രോഗ്രാമിലേക്ക് എന്നെ അവതാരികയായിട്ട് ക്ഷണിച്ച ഷാജിയേട്ടനോട് ആദ്യം നന്ദി പറയുന്നു.
ഗാനം ഗാനാമൃതത്തിൻ്റെ ഒരു 68 എപ്പിസോഡ് നമ്മൾ ഇതുവരെ ഷൂട്ട് ചെയ്തു. ഒരു 37 നമ്മൾ ടെലികാസ്റ്റ് ചെയ്തു. എല്ലാവരും നല്ല റെസ്പോൺസാണ് പറയുന്നത്. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒന്നുകൂടെ നന്ദി പറയുന്നു. പിന്നെ ഇന്നിവിടെ വന്നപ്പോഴത്തേക്കും ഗീത ചേച്ചി അതിനെക്കുറിച്ച് നല്ല ഒരു അഭിപ്രായം പറഞ്ഞു. താങ്ക്സ് ചേച്ചി. അപ്പോൾ ഒത്തിരി എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഈ പ്രോഗ്രാമിൽ ഉണ്ടാകണം. നന്ദി, നമസ്കാരം. അടുത്തത് 2 വാക്ക് നമ്മുടെ മുനീർക്ക വീണ്ടും. ഇത് പറയാതിരുന്നാല് അനുചിതമാവും. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ മരിയയുടെ മീഡിയ കമ്പനി ലോഞ്ച് ചെയ്തു. മെനി കൺഗ്രാജുലേഷൻസ് ആൻഡ് കൺഗ്രാജുലേഷൻസ് ടു പ്രൗഡ് പാരൻസ്. അവിടെ പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ വന്നത്, മരിയ ലോ കോളേജിൽ സിംബയോസിസിൽ വക്കീലാവാൻ വേണ്ടി പഠിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പാഷൻ എന്താണെന്ന് മനസ്സിലാക്കി മീഡിയയിലേക്ക് വന്നു. അതിന് ഞങ്ങൾ അനുമതി കൊടുത്തു എന്ന് പറഞ്ഞ ഒരു വാക്ക്, അത് വലിയൊരു സന്ദേശമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കാരണം മോൻ ഡോക്ടർ ആവണം, മകള് എഞ്ചിനീയർ ആവണം എന്ന് നമ്മൾ ശടിക്കുന്നിടത്ത് നമ്മൾ ആഗ്രഹങ്ങൾക്ക് അവർ വഴങ്ങാതിരിക്കുമ്പോൾ നമ്മൾ മാനസിക സമ്മർദ്ദത്തിലിടുകയും അവരെ അതിനേക്കാളും വലിയ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമാണ് പല കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, മക്കളുടെ മനസ്സ് മനസ്സിലാക്കുക, അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കുക. അവർക്ക് പാട്ട് പാടാൻ ഇഷ്ടമെങ്കിൽ അവർ പാട്ടുകാരാക്കുക. അല്ലാതെ നമ്മളുടെ സ്വപ്നങ്ങൾ എന്താണോ അത് അവരിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. മെനി കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മൾ പരിപാടി തുടങ്ങിയ സമയത്ത് കുറേ പേരുണ്ടായിരുന്നു. അതിനുശേഷം വന്നവരെയൊക്കെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുന്നത്. എൻ്റെ പേര് പ്രശാന്ത്. UAE-ലൊരു 18 വർഷമാവുന്നു. ഇവിടെ ഒരു ഇൻഷുറൻസ് ബ്രോക്കിംഗ് കമ്പനിയിൽ റീജിയണൽ IT ഹെഡായിട്ട് വർക്ക് ചെയ്യാണ്. കാര്യം അതാണ് എൻ്റെ പ്രൊഫഷനെങ്കിലും പാഷൻ ഇതൊക്കെ തന്നെയാണ്. കഴിവതും എല്ലാ പ്രോഗ്രാംസിലും പങ്കെടുക്കാറുണ്ട്. അത് പാട്ടായാലും ഒരു വേദിയിൽ 2 ഗാനങ്ങൾ അവതരിപ്പിക്കാനാണെങ്കിലും വലിയ സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു അവസരം തന്ന ഷാജിയേട്ടന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഒരാളെ കൂടെ എനിക്ക് പരിചയപ്പെടുത്തണമെന്നുണ്ട്. ഇവിടെ ഇപ്പോൾ മുനീർക്ക പറഞ്ഞ പോലെ ചെറുപ്പം മുതലേ എനിക്കും സംഗീതം വലിയ ഇഷ്ടമാണ്. ആ ഒരു മേഖലയിലേക്ക് കടന്നു വരണമെന്നൊക്കെ തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന എന്താ പറയുക അവസരങ്ങൾ വളരെ കുറവായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോംസ് ഒന്നും ഉണ്ടായിരുന്ന ഒരു സമയമല്ല. അപ്പോൾ അന്ന് രക്ഷിതാക്കളുടെ അടുത്ത് നമ്മളിത് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഇവൻ എങ്ങനെ ജീവിക്കും, ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കും. അപ്പോൾ അങ്ങനെ എന്നെ ഡൈവേർട്ട് ചെയ്ത് വേറൊരു മേഖലയിലേക്ക് വിട്ടു. പിന്നീട് എനിക്കൊരു മകനുണ്ടായപ്പോൾ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചില്ല. പക്ഷേ ദൈവഹിതമായിരിക്കാം, അദ്ദേഹത്തിനും ആ ഒരു പാഷൻ ഉണ്ടായിരുന്നു. അതിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞതിന് ശേഷം അതിലേക്ക് തന്നെ ആ വഴിയിലേക്ക് വിട്ടു. 5-5.5 വയസ്സായപ്പോൾ മുതൽ പാട്ട് പാടി തുടങ്ങി. ആദ്യം ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാർ സിംഗർ ജൂനിയേഴ്സിൽ പോയി. അതിനുശേഷം കഴിഞ്ഞ വർഷം അമൃത TV-യുടെ സൂപ്പർ സ്റ്റാറിൽ പങ്കെടുത്തു. ഇപ്പോൾ ഫ്ലവേഴ്സ് TV-യിൽ ടോപ്പ് സിംഗർ സീസൺ 6-ൽ ക്വാർട്ടർ ഫൈനലിസ്റ്റ് നിൽക്കുന്ന പാർത്ഥിവ് പ്രശാന്ത് നായർ എൻ്റെ മകനാണ്. വളരെ അഭിമാനത്തോടുകൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ അവനെ പരിചയപ്പെടുത്തുന്നു. അവന് മുമ്പോട്ടുള്ള വളർച്ചയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. മകന്റെ കാര്യവും ഒക്കെ പറഞ്ഞപ്പം ശരിക്കും ഇമോഷണലായി. കാരണം ഈ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. ഈ 80s-ല് 90s-ലൊക്കെ ഉള്ള പാരൻസ് ഒരിക്കലും അവർക്ക് മക്കൾക്ക് ഇപ്പം ഗെയിംസിലോ അല്ലെങ്കിൽ പാട്ടിലോ ഒക്കെയാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ അവരെ അങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അതിന്റെ മെയിൻ കാരണം ഇത് തന്നെയാണ്. അവൻ പഠിച്ചു കഴിഞ്ഞ് ഈ പാട്ടുപാട്ടൊക്കെ പോയ പോലെ ജോലി കിട്ടുമോ, വെറുതെ അവന്റെ ലൈഫ് വേസ്റ്റ് ആക്കുകയല്ലേ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ അവരത് അനുവദിച്ചില്ല. എല്ലാ ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികൾ, ഞാൻ ഈ വേദിയിൽ പുതിയതാണ്. എനിക്ക് തോന്നുന്നു UAE-ൽ ഈ കൂട്ടത്തിലുള്ള ആളുകളിൽ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നത് ഞാനായിരിക്കും. അപ്പോൾ ഞാൻ മീറ്റു കണക്ട് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുകയാണ്. നമ്മൾ ബിസിനസ് പരമായിട്ടുള്ള കണക്ടിവിറ്റികളും അതുപോലെ ആളുകളെയൊക്കെ പരിചയപ്പെടുത്തുന്ന, അതുപോലെ വനിതകൾക്ക് നമ്മൾ ഷീ ടോക്സ് എന്ന് പറഞ്ഞൊരു പരിപാടിയൊക്കെ നടത്തുന്ന ഒരു പ്രോഗ്രാമൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓണത്തെക്കുറിച്ച് വളരെ നല്ല ഓർമ്മകളാണുള്ളത്. അപ്പോൾ ആ ഓർമ്മകളൊക്കെ പുതുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷവും എനിക്ക് ഓണം സെലിബ്രേഷൻ കിട്ടിയത് ഷാജിച്ചാറിലൂടെയാണ്. അപ്പം ഈ വർഷവും ഷാജിച്ചാറിലൂടെ തന്നെ ആദ്യത്തെ ഓണം ആഘോഷിക്കാൻ പറ്റിയത് അതിനുള്ള നന്ദി പറയുന്നു. അപ്പം എല്ലാവരെയും വീണ്ടും കാണാം. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകളും. അപ്പോൾ ഇത്ര ഒരു അവസരം വേദി ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദി.